ബ്ലഡിൽ ESR കൂടിയ റിപ്പോർട്ടുമായിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. ESR അഥവാ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് അത് കൂടിയിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ESR എന്ന് വെച്ചാൽ എത്ര വേഗത്തിലാണോ ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കൾ ആ എടുത്ത ട്യൂബിൽ താഴേക്ക് അടിയുന്നത് അതിൻ്റെ ആ റേറ്റിനെയാണ് ESR എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് അത് അവിടെ തന്നെ വെച്ചിട്ട് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് 1 മണിക്കൂറോളം ബ്ലഡ് സാമ്പിള് സൂക്ഷിച്ചതിന് ശേഷം അത് അതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യുന്നതാണ് ESR എന്ന് പറയുന്നത്. അതിന് കൂടാനുള്ള കാരണങ്ങൾ 1 ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ, 2 ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുമ്പോൾ, 3 ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് കോശങ്ങൾ തന്നെ മറ്റ് കോശങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന അസുഖമുള്ളവർക്ക്, പിന്നെ അനീമിയാസ് അതായത് വളർച്ചകൾ, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വളർച്ചകളിൽ, പിന്നെ PUO എന്ന് പറയും, പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ, അതായത് ഫീവർ വരുന്ന പനി, ഒരു കാരണവുമില്ലാണ്ട് വരുന്ന പനികളിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ വരുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലമേഷൻസ് ഉണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസിൻ്റെ ഫലമായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ESR കൂടും. പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ റെഗുലേറ്ററാണ്. അത് നമ്മുടെ പ്രതിരോധ മെക്കാനിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അണുബാധകൾ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഈ ESR കൂടും. ESR എവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടായാലും, ബോഡിയിൽ എവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടായാലും, അതായത് സ്കിന്നിലാവട്ടെ അല്ലെങ്കിൽ ലിവറിലാവട്ടെ ലങ്സിലാവട്ടെ എവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടായാലും ഈ ESR കൂടും. ESR കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് വെച്ചാൽ ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറയാം. പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പീഡിയയിലൊക്കെ കാണുന്ന ഈ പൊരിച്ചതും കരിച്ചതും അല്ലെങ്കിൽ ടിന്നിലടച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഈ പാക്കറ്റിലൊക്കെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. ഷുഗർ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് റെഡ് മീറ്റ്, അതായത് ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ഓയിലി ആൻഡ് ഫ്രൈഡ് ഫുഡ്സ് അതൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി, പിന്നെ ഈ തക്കാളി, പിന്നെ ബ്രൗൺ റൈസ്, നട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ESR കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസും കുറയ്ക്കുക. അതോടൊപ്പം തന്നെ പ്രോപ്പർ ഹൈഡ്രേഷൻ, ധാരാളം വെള്ളം കുടിക്കുക, ഇനഫ് സ്ലീപ്പ് ഉണ്ടാവും, ഉറക്കം ഉണ്ടാവുക. അതുപോലെ തന്നെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ്, ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടെ ഈ ESR കുറയ്ക്കാൻ പറ്റും. താങ്ക് യു.